യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിന് എപ്പോഴും മഹത്വമുണ്ടായിരിക്കുവാൻ ദൈവം നമ്മളെ ഇന്ന് കൈപിടിച്ചുയർത്തിയതിന് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ വിഷമങ്ങളും വേദനകളും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ എത്ര അനുഗ്രഹീതരാണെന്ന് മനസ്സിലാക്കാൻ ഈ തിരുവചന ഭാഗം നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന വ്യക്തികളിൽ സൗഖ്യം നടക്കുമെന്നും അവരിലുള്ള പിശാചിൻ്റെ തിന്മയുടെ ശക്തികൾ അവരെ വിട്ടു പോകുമെന്നും വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ ദിവസവും രാവിലെ നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ദൈവവചനത്തോട് ചേർന്നിരുന്ന് വചനം ശ്രവിക്കുകയും ആ വചനം വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലുമുള്ള എല്ലാ തിന്മയുടെ ശക്തികളും എല്ലാ അന്ധകാര ശക്തികളും നിങ്ങളെ വിട്ടുമാറുകയും നിങ്ങളുടെ രോഗാവസ്ഥകളും കഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറുകയും ചെയ്യുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. വിശ്വാസമുണ്ടോ, അവിടെ അനുഗ്രഹമുണ്ടാവും. ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. കപടത നിറഞ്ഞ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവവചനത്തോടൊപ്പം ആ വചനം കേൾക്കുകയും ആ വചനം മനസ്സിൽ ഗ്രഹിക്കുകയും ആ വചനത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിങ്ങളെ വിട്ടകന്നു മാറും. വചനം പൂർണ്ണതയോടെ സ്വീകരിക്കുക. വചനം പറയുന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കുക. വചനം ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. നിങ്ങളുടെ പ്രയാസങ്ങൾ ഇന്ന് നിങ്ങളെ വിട്ടുമാറും. ഒരു ദിവസമെങ്കിലും നിങ്ങൾ 1 മിനിറ്റോ 10 മിനിറ്റോ ദൈവവചനം വായിക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനും നിങ്ങളുടെ 24 മണിക്കൂറിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കെട്ടുകളും അഴിയുകയും നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുകയും ചെയ്യും. സർവശക്തനായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആശീർവാദവും കർത്താവിൻ്റെ സമാധാനവും യേശുക്രിസ്തുവിൻ്റെ കൃപയും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. വചനം ശ്രവിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹം ചൊരിയട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.